പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെ പിന്തുണച്ചവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അതിജീവന സമരത്തിന് അപ്രതീക്ഷിതവും നാടകീയവുമായ പര്യവസാനം ഉണ്ടായിരിക്കുന്നത്. സമരസമിതി ഉന്നയിച്ച അല്ലെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച ന്യായമായ പല ആവശ്യങ്ങളിലും ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാകാതെ സമരം ഒത്തുതീർപ്പിലെത്തിയത് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. പല സമ്മർദ്ദങ്ങൾക്കും സമരസമിതി സർക്കാർ ഉയർത്തിയ പല ഭീഷണികൾക്കും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും അതിൽ സമരസമിതി അല്ലെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പെട്ടുപോയോ എന്ന ആശങ്കയും ശക്തമാണ്. ഈ അവസരത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഭീഷണികളുടെ പുറത്തോ വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, ഒപ്പം സമരസമിതി കൺവീനർ ശ്രീ പാട്രിക് മൈക്കിൾ, ഒപ്പം സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സുശീല ജോയ്. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ പാട്രിക് മൈക്കിൾ, ഒരു ഐതിഹാസികമായ സമരം, ഏകദേശം 140 ദിവസങ്ങൾ പിന്നിട്ട ഈ സമരം, വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച സമരം. എന്നാൽ ആ ഒരു സമരം ഇത്തരത്തിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച ന്യായമായ പല ആവശ്യങ്ങളിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനാകാതെ ഇത്തരത്തിൽ പര്യവസാനിച്ചത്, ആ ഒരു പര്യവസാനം താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു ശ്രീ പാട്രിക് മൈക്കിൾ? പലപ്പോഴും ഇതിനൊരു പര്യവസാനം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്നുള്ള ഒരു പര്യവസാനം അത് ഞങ്ങളുടെ പെട്ടെന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം ഞങ്ങളുടെ 26, 27 തീയതികളിലെ പ്രശ്നങ്ങൾ അത് സർക്കാർ അത് ഒരുപാട് രീതിയിൽ അതിന് വഴിതിരിച്ചു വിടുന്നു എന്ന് മനസ്സിലാക്കി. ഞങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയായിട്ടോ അല്ല ഈ സമരം ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക, അത് ന്യായമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക, ആ ബോധ്യപ്പെടുത്തലിലൂടെ ആ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, ഞങ്ങളുടെ തീരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങളെ തന്ത്രപരമായി ഗൂഢനീക്കത്തോടുകൂടി ഞങ്ങളുടെ സമരത്തെ തകർക്കുവാൻ ആദ്യം മുതൽക്ക് തന്നെ സർക്കാർ ഒരു വലിയൊരു ശ്രമമാണ് നടത്തിയത്. അതൊന്ന് പറയാം, ഞങ്ങളുടെ വള്ളസമരം, അതായത് ഓഗസ്റ്റ് 10-ാം തീയതി നടത്തിയ വള്ളസമരം, ആ വള്ളസമരത്തിൽ തന്നെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം അല്ലേ? അതെ 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 ഞങ്ങൾ അതന്ന് വളരെ ലളിതമായി തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ച സമരമായിരുന്നു. അതിനെ അത്രയും വലുതാക്കുകയും അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ ആ സമയത്ത് സൃഷ്ടിക്കുകയും ചെയ്തത് സർക്കാർ തന്നെയാണ്. കാരണം തലേ ദിവസം ഞാനും ഫാദർ മൈക്കിൾ തോമസും കൂടിയായിരുന്നു കമ്മീഷണറിനെ പോയി കാണുകയും ഞങ്ങൾ എത്തരത്തിലാണ് ആ സമരം നടത്തുന്നത് എന്നുള്ളത് പൂർണ്ണമായി വിവരിക്കുകയും ചെയ്തു. എന്നാൽ അതിന് ബദലായി, ഞങ്ങൾ വിവരിച്ചതിന് ബദലായി ഞങ്ങളുടെ വള്ളങ്ങൾ പകുതി വഴിയിൽ തന്നെ പിടിച്ചു നിർത്തുവാനും ഞങ്ങളുടെ ആളുകളെ അവിടെ കൃത്യസ്ഥലത്ത് എത്താതിരിക്കാനുമായി പോലീസ് തന്നെയാണ് ആദ്യമേ ഒരു തടയും. ഞങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ സമരം ചെയ്യാൻ പോയത് ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വള്ളങ്ങളുമായി, കാരണം ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ ഞങ്ങളുടെ കടലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങളെ തടയുന്ന രീതിയിലുള്ള, ഇനി അത് കഴിഞ്ഞിട്ടായിരുന്നാൽ പോലും ഇവർ ഓരോ വീടുകളിലായി പാർട്ടി പ്രവർത്തകരെ സർക്കാർ തന്നെ ലഘുലേഖകളും നോട്ടീസുമായി അയച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള ആ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തെ ചെറുത്തു നിർത്താനായിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരു കേട്ടുകേൾവിയുള്ളതാണോ ഒരു സമരത്തിനെതിരെ മറ്റൊരു സമരം? അതും സർക്കാർ തന്നെ ഗൂഢാലോചന നടത്തി അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ളതാണ്. അതിൽ അദാനിയുടെ പങ്കും വലുതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കും. അവർക്ക് ആവശ്യമുള്ള സാമ്പത്തികമായ
ശ്രീ പാട്രിക് മൈക്കിൾ, വളരെ വ്യക്തമാണ്. ആ ഘട്ടങ്ങളിൽ ഒന്നും സമരസമിതി അതിലൊന്നും വീഴാതെ വളരെ ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോയി. അത്തരത്തിലുള്ള ഒരു തിരിച്ചടികളിൽ ഒന്നും പതറാതെ തന്നെ അതിശക്തമായി തന്നെ തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികരും യാതൊരു പ്രകോപനവും ഒന്നും സൃഷ്ടിക്കാതെ മത്സ്യത്തൊഴിലാളികളും ഈ സമരത്തിൽ അണിനിരുന്നു. പക്ഷെ പെട്ടെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ആ 26, 27 ആ തീയതികൾക്ക് ശേഷമാണ് ഈ ഒരു സമരത്തിന് വലിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. അതൊരു ആരുടെയെങ്കിലും ഒരു ബാഹ്യശക്തികളുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു? ആ ഒരു തന്ത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുടില തന്ത്രത്തിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വീണുപോയോ ശ്രീ പാട്രിക് മൈക്കിൾ? ഇത് തന്ത്രം തന്നെയായിരുന്നു. പക്ഷെ അത് ഭാഗ്യശക്തികളൊന്നും അല്ല, സർക്കാരിന്റെയും പോലീസിന്റെയും തന്ത്രമായിരുന്നു ഞങ്ങളെ ഏത് വിധത്തിൽ ഇവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളത്, സമരത്തിൽ നിന്നും ഞങ്ങളെ സമരത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ തന്നെ തന്ത്രമായിരുന്നു. അതിന്റെ ഫലമായിട്ടാണല്ലോ 26-ാം തീയതി നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരുടെ മേലും സമ്മർദ്ദത്തിന്മേൽ കേസെടുക്കുക. ഈ പറയട്ടെ, അവർ ആ 26-ാം തീയതിത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് 27-ാം തീയതി അറസ്റ്റ് ചെയ്ത സെൽട്ടൻ ഇന്നും ജാമ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ കൊടുക്കുവാനായി അദ്ദേഹം 10:30യോടുകൂടി അവിടുന്ന് അദ്ദേഹത്തിന്റെ വള്ളവും വലയും അറിഞ്ഞ് അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയ ഒരാളാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് ഇന്നും ഞങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒന്നിനുമില്ലാത്ത ആദ്യം അവിടെ വരികയും അതിന്റെ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ആദ്യ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ആളിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് കൃത്യമാകുന്നു. അയാൾ അറസ്റ്റ് ചെയ്തു, അത് ചോദിക്കാൻ ചെന്ന് ഇടവക കൗൺസിലംഗങ്ങളെയും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ടായി. പിന്നെയും അവിടെ പോയത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെയും കൈവച്ചത് അല്ലെങ്കിൽ കല്ലെറിഞ്ഞതും അവരെ തള്ളിയതും ഒക്കെ പോലീസാണ്. എന്നിട്ട് ആ ഇടവകയിലുള്ള കംപ്ലീറ്റ് ജനങ്ങളുടെ മേൽ കേസ് എടുക്കുക. അത് കഴിഞ്ഞ് 28-ാം തീയതി മുതൽ നാട്ടിൽ ഇറങ്ങുന്ന കംപ്ലീറ്റ് ആളുകളുടെ ഫോട്ടോ എടുക്കുക, അവർക്കെതിരെ കേസുകൾ ഉണ്ടാക്കുക, അവിടെയുള്ള യുവജനങ്ങളുടെ കംപ്ലീറ്റും കേസിൽ ഉൾപ്പെടുത്തുക. അത്തരത്തിലുള്ള ഒരു രീതി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾ, ഞങ്ങളുടെ യാതനകൾ ഇതൊക്കെ മനസ്സിലാക്കി സർക്കാർ, ഒരു ജനകീയ സർക്കാർ എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അന്ന് സംഭവിച്ചതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി. ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ശ്രീ പാട്രിക് മൈക്കിൾ, ഭരണകൂട ഭീകരതയെ സഹിക്കാൻ വയ്യാതെ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലായിരുന്നോ സമരസമിതി? അത്തരത്തിൽ പറയുകയാണെങ്കിലും ശരിയാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ, വേറെ ആരും സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചില പാർട്ടികൾ അത് പറയാതെ പറയുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ കൂടുതൽ സമയം ഇനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ജാതീയമായ ഒരു അതല്ലെങ്കിൽ വർഗീയമായ ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അതിനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ അവിടെ പലപ്പോഴും ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനും വർഗീയ ഒരു സംഘർഷം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴും ഞങ്ങൾ അവരെ വളരെ സമർത്ഥമായിട്ട് തന്നെ മാറിയതായിരുന്നു. പക്ഷേ പോലീസിന്റെ ഒരു വളരെ ഗൂഢമായ നീക്കത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ അതിൽ അകപ്പെട്ടു പോയത്. ഒരിക്കലും ഞങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ ഈ പ്രകോപനപരമായി ഞങ്ങളോട് സംസാരിച്ചവരെയും ഞങ്ങളോട് പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിച്ചവർക്കുമെതിരെ കേസുകളൊന്നും എടുക്കാതെ തന്ത്രപരമായി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ആളുകളെ പോലും വെറുതെ വിട്ടുകൊണ്ട് അവിടെ സ്ഥലത്തില്ലായിരുന്ന ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. അത്തരത്തിലുള്ള ഒരു ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി വരുമ്പോൾ ഈ സമരത്തെ വേറൊരു രീതിയിൽ കാണാൻ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല അവിടെ സമരത്തിൽ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാനാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടാനാണ്. അപ്പോൾ അത്തരത്തിൽ അത് ഇനിയും മുന്നോട്ട് പോയാൽ അത് വേറെ രീതിയിലാവും. എന്നാൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ ലോക ജനതയുടെ മുന്നിൽ, പ്രത്യേകിച്ചും കേരള ജനതയുടെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നു. ഞങ്ങൾ ഇത്രയും കഷ്ടങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾക്ക് നൽകാം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കടമ നിർവഹിക്കാത്തത് ഗവൺമെന്റിനെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ സമരം ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ 140 ദിവസം ഒരു സമരം കൊണ്ടുപോവുക എന്നത് ചെറിയ കാര്യമല്ല. ഞങ്ങൾ പാർട്ടിയോ അതല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും സംഘടിച്ച് നിൽക്കുന്ന ഒരു ആളുകളോ അല്ല. ഞങ്ങളുടെ ഒരു വിഭാഗം മാത്രമായി ഞങ്ങളുടെ പള്ളിയിലെ പ്രാർത്ഥനയും അതല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുമായി നിൽക്കുന്ന ഞങ്ങളുടെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നപ്പോൾ ഒരുമിച്ച് വരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾക്കൊരു ഐക്യമുണ്ടായി. അതിനകത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ
കേരള ജനതയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനായി ശ്രമിച്ചു. അതിനകത്ത് മീഡിയയും അതുപോലെ തന്നെ മറ്റ് പത്രമാധ്യമങ്ങളും അതിനകത്ത് വളരെ നല്ല രീതിയിലുള്ള വാർത്തകൾ നൽകി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ശ്രീ പാട്രിക് മൈക്കിൾ, ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടി മത്സ്യത്തൊഴിലാളി സമൂഹം വലിയൊരു ത്യാഗം ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. അത് ഞാനായിട്ട് പറയാത്തതാ. കാരണം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ തന്നെ വലിയ ത്യാഗികളാണെന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാനത് ആ വാക്ക് ഉപയോഗിക്കാണ്ടിരുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, താങ്കൾ ശ്രീ പാട്രിക് മൈക്കിൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും. വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം, വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഈ പാവങ്ങളുടെ മേൽ ഭരണകൂടം ചെലുത്തിയിരുന്നു. ഒന്ന്, നിരവധി പേർക്കെതിരെ കേസെടുക്കുക, നിരവധി പേരെ ഫോട്ടോ എടുക്കുക, അവരെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് ആ ഒരു സമരത്തെ ഒരു വർഗീയ ചേരിതിരിവിലേക്ക്, ഒരു വർഗീയ സംഘർഷത്തിലേക്കൊക്കെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടക്കുന്നു. താങ്കൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. വളരെയധികം സമരങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെയധികം ഒത്തുതീർപ്പ് ചർച്ചകൾ താങ്കൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പായത് ഒരു ഭീഷണികളുടെ ഒരു സമ്മർദ്ദം മൂലമല്ലേ ശ്രീ PC ജോർജ്? എന്താ സംശയം? പാട്രിക് പറയുമ്പോഴും ശരിയല്ലേ? പാട്രിക് പക്ഷെ എന്തിനാ പാട്രിക് ഭയപ്പെടുന്നത്? എവനെയാ ഭയപ്പെടുന്നത്? ഒന്നും വിഴുങ്ങണ്ട. അവളാരെയും വിളിച്ചെന്ന് പറഞ്ഞു നിങ്ങളാരും ഒരു ചുക്കും ചെയ്യാനില്ല. ഞാൻ പറയുന്നുള്ളൂ എന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്? വിപ്ലവം തോക്കിൻകുഴലിലൂടെയെന്ന്, തോക്കിന്റെ കുഴലിലൂടെ വിപ്ലവം, മനസ്സിലായില്ലേ? ഈ രാജ്യത്തുള്ള പോലീസിനെ മുഴുവൻ വിളിച്ചു വരുത്തി തിരുവനന്തപുരത്ത് എത്തിച്ച്, പാവപ്പെട്ട വിഴിഞ്ഞത്ത് എത്തിച്ച്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അടിച്ച് ഇടിച്ച് അവരുടെ പെണ്ണുങ്ങളെ ഉൾപ്പെടെ അടിച്ച് പരുവാക്കിയിട്ട് ഇവരൊക്കെ വിപ്ലവം പറഞ്ഞു നടക്കുക. ഇവന്റെ ഒടുക്കത്തെ വിപ്ലവം. ദൈവം ക്ഷമിക്കൽ ഇവനോടൊന്നും. ധൈര്യമായിട്ടുള്ള ദൈവത്തിന് ശിക്ഷ ഈ APMമാർക്ക് കിട്ടും. ഞാനാ പറയുന്നത്. ധൈര്യമായിട്ട് കാണാം. ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുള്ളത് കാണാം, താമസിക്കാൻ കാണാം. ഇത് മനസ്സിലാക്കേണ്ടത് എന്നാന്നറിയോ? ഈ പാവങ്ങളുടെ സമരം ആദ്യം തുടങ്ങിയ സെക്രട്ടേറിയറ്റ് മിന്നല. ആ സെക്രട്ടേറിയറ്റ് മിന്നൽ യോഗത്തിൽ പ്രസംഗിച്ച ആളാ ഞാൻ. ഇവരാരെങ്കിലും വിപ്ലവം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ സെക്രട്ടേറിയറ്റ് വഴക്കുണ്ടാക്കാൻ മേലെ. അവിടെ ഇവര് സമരം നടക്കുമ്പോൾ അപ്പുറേ കോൺഗ്രസ് സമരമായിട്ട് ഭയങ്കര അടിമേളം നടക്കുക. അപ്പോൾ ഇവര് വേലി കെട്ടിയിട്ട് സമരമില്ല, ഞങ്ങൾ വഴക്കിനില്ലെന്ന് പറഞ്ഞിരിക്കുക. ഈ പാവങ്ങൾ അവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ആ പാവങ്ങള് ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് തയ്യാറായിരുന്നപ്പോഴാണ് ഈ അദാനിയുടെ കാശ് പറ്റി തിന്നാത്ത ഏവരെങ്കിലും ഉണ്ടോ ഈ CPM-നകത്ത്? ഇപ്പൊ എല്ലാവരും അദാനിയുടെ നക്കി തിന്നുകയല്ലേ? മുഖ്യമന്ത്രിയല്ലേ എന്നെ ഒന്നാമൻ? അയാളുടെ കാശ് മേടിച്ചുള്ള കച്ചവടമല്ലേ ഇത് മുഴുവൻ? അല്ല, ഇത്ര വികാരം കൊണ്ടുള്ള കാര്യം എന്തായിക്ക്? എന്നിട്ട് എന്താ ചെയ്ത്? അവർ മര്യാദയ്ക്ക് സമരം ചെയ്യും. ഞാൻ അവിടെയും പോയി അവിടെ പ്രസംഗിച്ച ആളാ. ഇവരെ സമരസമിതി നടത്തുന്ന സമരത്തിന് വിഴിഞ്ഞത്ത് പോയി പ്രസംഗിച്ച ആളാ ഞാൻ. ഇത് പിന്നെ എന്തെല്ലാം വൃത്തികേടാ. ഒരു സമരം അവസാനിപ്പിക്കാൻ വേണ്ടി മാർഗമുണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കണം. എന്തായിരുന്നു പ്രചരണം? 7 ഡിമാൻഡും ഉള്ളത്, അതിൽ 6 സമ്മതിച്ചു, 1 സമ്മതിച്ചില്ല. ഇതാണ് നിർത്തിവെക്കണം, നിർത്തിവെച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ബാക്കി എല്ലാം സമ്മതിച്ചെന്ന് ഈ വൃത്തികെട്ട മുഖ്യമന്ത്രി കേരള ജനതയോട് സ്ഥിരമായി പത്രസമ്മേളനത്തിൽ പറയുകയാണ്. നാണമുണ്ടോ ഇയാൾക്ക്? മനസാക്ഷിയുണ്ടോ ഇയാൾക്ക്? ഒന്ന് മനസ്സിലാക്കണം. ഈ പ്രകടനം ഒന്നും വേണ്ടായിരുന്നു. ഈ തൊഴിലാളികളെ ഈ മത്സ്യത്തൊഴിലാളികളെ വിളിച്ച് മുഖ്യമന്ത്രി നേരിട്ട് അരമണിക്കൂർ സംസാരിച്ച തീരാനുള്ള കാര്യമുള്ളൂ ഇത്. ആളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ അറിയിച്ചതാണ്. ഞാൻ ആളോട് മിണ്ടാറില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഒന്ന് ആലോചിക്കുക, എന്തൊരു മര്യാദ കേടാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെരാ തിരുമേനിയോ അല്ലെങ്കിൽ ലാറ്റിൻ സഭയിലെ തിരുമേനിമാരോ റൗഡികളാണോ? അവര് വിളിച്ച സംസാരിക്കാൻ മടിയുള്ളവരാണോ? ദൈവത്തെ മുറുകെപ്പിടി ജീവിക്കുന്നവരല്ലേ? എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന അഭിനന്ദനായ വൈദികരും മെത്രാന്മാരും ഒക്കെയാണ് അവര്. ഇതുപോലെ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം മാത്രമായിട്ട് മോന്തിക്കൊണ്ട് ചുമ്മാ നടക്കുന്നവരൊന്നുമല്ല അവരാരും. മുഖ്യമന്ത്രിക്ക് ദൈവവിശ്വാസമില്ല, എന്ത് നാസ്തികനാണെന്ന് പറഞ്ഞ് എന്ത് വൃത്തികളും കാണിക്കാം, സത്യത്തിന് വിലയില്ല. ആ സമരത്തിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവസാനം ഈ സമരം അവസാനിപ്പിക്കാൻ, നശിപ്പിക്കാൻ ചെയ്ത മാർഗം എന്താ? ഇത് വർഗീയതയാക്കി മാറ്റി. ഒരു മുഖ്യമന്ത്രി ചെയ്യാവോ? എനിക്ക് അമർഷം അവിടെയാ. ഈ സമരം ചർച്ച ചെയ്ത ഇതിനെപ്പറ്റി വെച്ചത് ആരായെന്നറിയോ? 3 മുസ്ലിം മന്ത്രിമാർ, 2 മുസ്ലിം മന്ത്രിമാരും പിന്നെ ഒരു തീവ്രവാദ പ്രസംഗം നടത്തി കേസിൽ കിടക്കുന്ന KT ജലീൽ എന്ന 3 മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ചർച്ചയ്ക്ക്. എന്തുകൊണ്ട് ആന്റണി രാജു അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ്, അയാളെ ആ ചർച്ച വെക്കാൻ പാടില്ലേ? അയാളുടെ ചേട്ടനെ കൊടുത്തുകൊണ്ട് അയാളെ മാറ്റ്. വേറെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഒരു മണ്ടനാണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരക്കാരനല്ലേ, അയാളെ വെക്കാൻ പാടില്ലേ? ഈ 3 മുസ്ലിങ്ങൾ മാത്രം. എന്താ അർത്ഥം? അതായത് മുഖ്യമന്ത്രി കണക്കാക്കുന്നത് മുസ്ലിങ്ങൾ മതി മറ്റൊരു സമുദായം
ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നും വേണ്ട, ഇവനെല്ലാം അടിച്ച് ഞങ്ങൾ ഒതുക്കും എന്ന ദുർവാശിയിൽ ഇറങ്ങിയിരിക്കുക. വെള്ളാപ്പള്ളി നടേശനെ കിട്ടുമെന്ന് പറഞ്ഞ് ഈഴവനെ മുഴുവൻ കൂട്ടത്തിലൂടെ വെള്ളാപ്പള്ളിയെ കിട്ടുകയില്ല. വെള്ളാപ്പള്ളി ഈ സമരത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ത് ലാഭം ഈ പദ്ധതി കൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല മുഖ്യമന്ത്രിക്ക്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പദ്ധതി ലാഭം നമ്മുടെ കേരളം നശിച്ച് നാരായണക്കെട്ട് പിടിക്കുക. കോടികളുടെ കടം മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഞാൻ ചോദിക്കട്ടെ, ഈ പദ്ധതികൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഗുണം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇവിടെ മലബാർ സിമന്റ്സിന്റെ ചരിത്രം അറിയാമല്ലോ. വേണ്ട, ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം വന്നൊരു കാര്യം പറയാം. നമ്മുടെ മെട്രോ, ശ്രീധരന്റെ മെട്രോ എന്ത് ചെയ്യും? എത്രയോ വലിയ അഭിമാനത്തോടെ ഉണ്ടാക്കിയതാ, ഭയങ്കര കോടികൾ ലാഭം ഉണ്ടാക്കുന്ന വലിയ മെട്രോ ട്രെയിൻ. ഇപ്പൊ എവിടെ പോയാ കുന്തം? ഒരു ദിവസം എത്ര ലക്ഷം രൂപയാണ് നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്? മെട്രോ ഓടിക്കാൻ പറ്റാത്തറിയായി ഖജനാവിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. 4,60,000 കോടി രൂപ കടമുള്ള കേരള സർക്കാരാണ് ഈ അബദ്ധം കാണിക്കുന്നത്. ഇത് ഈ പദ്ധതി കൊണ്ട് എന്താ ലാഭം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഏതെങ്കിലും ഒരുത്തൻ ചർച്ചയ്ക്ക്, നിങ്ങൾ ശക്കയോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ ഇതിന് അനുകൂലമായിട്ട് പറയുന്ന ഒരുത്തിനെ കൂടെ എന്നോട് ചർച്ചയ്ക്ക് ഒന്ന് വിടണം. 1 മണിക്കൂർ ഞാൻ അവനോട്ടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ കാര്യം? അതായത് ഈ പദ്ധതി തുടങ്ങിയുള്ള എന്ത് ലാഭം പറയണ്ടേ? അതോടൊപ്പം ശ്രീ പി സി ജോർജ് ഒരു കാര്യം കൂടി, ഈ പദ്ധതി തുടങ്ങിയ ഘട്ടത്തിൽ ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്ത അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കടലിന് കണ്ണുനീരിന്റെ ഉപ്പ് കനലായി വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ അതിലേക്ക് വരികയാണ്. ചക്കേനെ ഞാൻ അതിലേക്കാ വരുന്നത്. പിണറായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ പദ്ധതി തുടങ്ങിയതിനെ പറ്റി ചില ചർച്ചകൾ തീരുമാനിച്ച ദിവസം ദേശാഭിമാനി ഫ്രണ്ട് പേജ് മുഴുവൻ ഇതാണ്. പിണറായി വിജയനാണ് ഏറ്റവും ശക്തമായി എതിർത്തത്. ഈ പദ്ധതി ലാഭകരമല്ല, വഞ്ചനയാണ്, അദാനിക്ക് കേരളത്തെ വിൽക്കുകയാണെന്ന് പറഞ്ഞവനാണ് പിണറായി. ആ പിണറായിയെ വിറ്റു. അതാ പ്രശ്നം. ഇപ്പൊ ഒന്നറിയാമോ നിങ്ങൾക്ക്? ഈ പദ്ധതി വരുന്ന കാര്യം എന്ന് വെച്ചാൽ 539 കോടി രൂപ മുടക്കി സർക്കാർ വാങ്ങിയ ഭൂമി നമ്മുടെ വിഴിഞ്ഞത്ത്. ആ ഭൂമിയൊക്കെ സൗജന്യമായി കൊടുത്തു അദാനിക്ക്. എന്നിട്ട് അദാനിയോട് പറഞ്ഞു അത് പണയം വെച്ചോളാൻ. ആ വസ്തു പണയം വെച്ച് കോടികൾ എടുത്തിരിക്കുക ലോകബാങ്കിൽ നിന്ന്. അറിയാമോ? ഓക്കെ, അത് വ്യക്തമാണ്. അതിലെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് ശ്രീ പി സി ജോർജ്, ഈ ന്യായമായ ആവശ്യം താങ്കൾ തന്നെ പറഞ്ഞു, വളരെ ന്യായമായ ആവശ്യങ്ങളുമായി 140 ദിവസമായി സമരം നടത്തുന്ന ഈ ഒരു സമരം പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആ ഒരു സമരത്തിൽ സംഭവിക്കുന്നു. ഒത്തുതീർപ്പ് ചർച്ചകളും ഒക്കെ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് തന്നെ നടത്തുന്നു. അതിന്റെ ഏറ്റവും അവസാനം ഈ ഒരു സമരത്തില് ഇവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കുമായിരുന്നെങ്കിൽ ഇവർ വളരെയധികം സന്തോഷിച്ചേനെ മത്സ്യത്തൊഴിലാളി സമൂഹം. പക്ഷേ ഈ സമരത്തിന്റെ ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ, ഈ ഒത്തുതീർപ്പായി എന്ന് പറയുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ പലരും ഞെട്ടി. കാരണം പല ആവശ്യങ്ങളിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനാകാതെ ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നു. തീർച്ചയായും ഒരു ബാഹ്യ ശക്തികളുടെ ഒരു സമ്മർദ്ദം. അത് പറയാൻ ഞാൻ, അതായത് ഇതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലും ലാഭകരമല്ലാത്ത ഒരു പ്രോജക്റ്റാണിത്. ഞാൻ പറഞ്ഞല്ലോ, അതും ജനം അറിയട്ടെ. അതായത് ഇപ്പം പദ്ധതി ഇപ്പൊ 90% പൂർത്തീകരിച്ച് പച്ചക്കള്ളമാണ്. ഒരു ഈ കൽക്കെട്ടുണ്ടല്ലോ 200 മീറ്റർ തീർന്നിട്ടുള്ളൂ, അത് 300 മീറ്റർ തീർന്നു. അതിന് 2 എണ്ണം വേണം. അങ്ങനെ പിന്നെ 90% വർക്ക് തീർന്നത്. അപ്പൊ മനസ്സിലാക്കണം, നമ്മുടെ ശംഖുമുഖത്തേക്ക് കടൽ കയറി കഴിഞ്ഞു, കറക്കാൻ പോകുന്ന ഗതികട. വേറൊന്നും മനസ്സിലാക്കാവോ? അദാനി ഈ പദ്ധതി എടുത്താൽ ഈ 30 കൊല്ലത്തേക്ക് ഒരു പൈസ നമുക്കില്ല. അറിയാമോ? അദാനിയുടെ വകയായി ഇത് മുഴുവൻ. 30-ാം കൊല്ലം 1% ലാഭം തരും നമുക്ക്. 1% സർക്കാരിന്. 40-ാം കൊല്ലം ഇട്ടേച്ചു പോകും. 3000 കോടി രൂപ കൊടുക്കണം ഇട്ടേച്ചു പോകുന്നതിന്. ഇതിപ്പോ ഒരു ഫൂളറി മനുഷ്യർ പറയണ്ട, കേരളത്തെ വിൽക്കുകയല്ലേ, ഇതിന്റെ വർത്താനം പറയാൻ ഇറങ്ങിയിരിക്കുക. ഇതിപ്പോ എന്താ ഉണ്ടായത്? ഇത് കാശ് മേടിച്ചു പോയി. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരണകക്ഷി നേതാക്കന്മാർ മുഴുവൻ അദാനിയുടെ കാശ് മേടിച്ച് അതിനകത്ത് കുളിച്ചോണ്ടിരിക്കുക അഴിമതിക്കകത്ത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉണ്ടാക്കിയേ പറ്റൂ, ഇല്ല കാശ് പോവല്ലേ? അത് പറയാൻ ഇടയ്ക്ക് ഇടപെടാതെ. അതായത് ഈ കാശ് മേടിച്ചിട്ട് ഇത്രയും നാളായിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ ബഹുമാൻ കോടതി മുമ്പിൽ ചെന്നിട്ട് കാര്യമില്ല. കോടതി മുമ്പിൽ ചെല്ലുമ്പോൾ എഗ്രിമെന്റ് പറയുന്നുള്ളൂ. സർക്കാരും അതായത് ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം അവിടെ. പിന്നെ എങ്ങനെ മത്സ്യത്തൊഴിലാളിയുടെ കക്ഷികൾ വല്ലതും കോടതിയിലുണ്ടോ? കോടതിയുടെ പേര് പറഞ്ഞാൽ എന്നിട്ട് പറയുന്നത് ഇത് എവിടെ ഉണ്ടായി? എത്ര ഭീകരമായിട്ടാ തല്ലിച്ചതച്ചത്. മനസ്സാക്ഷിയുണ്ട് ഇവർക്ക്. ഏത് കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് കേരളത്തിലെ മനുഷ്യജീവൻ 3000-ന് മുകളിൽ മനുഷ്യജീവൻ രക്ഷിച്ച
ഒരു പ്രദേശത്തെ ജനങ്ങൾ, ബാക്കി എത്ര ജനമൊന്നുമില്ല, ഞാൻ ഈ റാന്നിയിലും പത്തനംതിട്ടയും നമ്മുടെ ചെങ്ങന്നൂരും ഒക്കെ പോയ ആളാ. ചെങ്ങന്നൂരിലുള്ള സംസ്ഥാനം രാജിവെച്ച ആ ബഹുമാനപ്പെട്ട സഹോദരൻ ചോദിയില് ഇവര് ചെയ്ത സേവനം. സഹിച്ചറിയാം, എനിക്ക് പേര് പറയാൻ ഞാൻ അങ്ങനെ കുതിരിക്കണ്ടെന്നുണ്ട്. ആ സഹിച്ചറിയാൻ പറയട്ടെ, എന്തൊരു ഭീകരതയായിരുന്നു. രക്ഷിച്ച ആ മനുഷ്യനെ പട്ടിയെ തല്ലുന്നത്, തോക്ക് കുഴലിലൂടെ തോക്ക് തൂണ്ടുക. തോക്കിയുടെ മാത്രമല്ല, ഞാൻ രാത്രി എന്നെ വിഷമിച്ചു പോയി. ഞാൻ ഈരാറ്റുപേട്ട സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സ്റ്റേഷനും പോലീസിനോട് തിരുവനന്തപുരത്തിന് പുറപ്പെട്ടോളാൻ അവധി റദ്ദാക്കി. പട്ടാളത്തെ വിളിക്കുന്നു. ആര് എന്നത്? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അടിച്ചു കൊല്ലാനി എന്ന് വെച്ചാൽ വിപ്ലവം പറയുക. പിന്നെ ഇതിന്റെ മധ്യസ്ഥ ചർച്ച, ഞാൻ അഭിനന്ദി ക്ലീമിസ്റ്റിന് മേൽ കുറ്റം പറയാനില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് വിളിച്ചതെന്ന് ഞാൻ കേട്ടത്. കരഞ്ഞുകൊണ്ടും ദൈവത്തെ മുറുകെ വിളിച്ചുകൊണ്ടും അദ്ദേഹം സമരം തീർന്ന് പറയുക ചെയ്തത്. കാരണം അദ്ദേഹം പിതാക്കന്മാർ മുഴുവൻ പ്രതികൾ. ക്ലീമിസ് ബാബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 2-ാം തീയതി അദ്ദേഹത്തിന്റെ ഫീസ്റ്റാണ്, ഞാനിത് പങ്കെടുക്കുന്നുണ്ട്. ആ ബാബ തിരുമേനി നിവൃത്തിയില്ലാതെ പിണറായി വിജയന്റെ കാല് പിടിക്കേണ്ട ഗതികേടുണ്ടായി. അയാള് മിണ്ടാൻ തയ്യാറില്ലായിരുന്നു. ഒരു മുഖ്യമന്ത്രി അങ്ങനെയാണ്. ഏത് പാവപ്പെടും സംസാരിക്കണം, മര്യാദ കാണിക്കണ്ടേ. പത്രക്കാരെ കടക്ക് പുറത്ത് ഒരു പത്രക്കാരനെ കയറ്റുകയില്ല. എല്ലാവരും ഒരു റൗഡിസം. ആ റൗഡിസത്തിന് മുമ്പിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പിഴിഞ്ഞ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുക. ഇത് ശാശ്വതമല്ല, ഒരു സംശയമുണ്ട്, ഇത് ശാശ്വതമല്ല. എഴുതിയിട്ടോളൂ. വേദനിക്കുന്ന മത്സ്യത്തൊഴിലാളി വികാരം ഉണ്ടാവും. ആ വികാരത്തിന് മുമ്പിൽ പിണറായി വിജയൻ കരിഞ്ഞു തീരും. എനിക്കതിന് യാതൊരു സംശയമില്ല. അധികം താമസിയാതെയുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെ ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പാവങ്ങളുടെ പാർട്ടിയുടെ നേതാവിന് ഇത്രത്തോളം ഒരു ധാർഷ്ട്യം ഭൂഷണമാണോ ശ്രീ PC ജോർജ്? ഭൂഷണം അല്ലെന്ന് മാത്രമല്ല, ഏത് പാവങ്ങളുടെ പാർട്ടി? എന്റെ പൊന്ന് ഷക്കീനക്കാരാ, ഇങ്ങനെ പറയാതെ പൊന്നെ നീ. ഇത് പാവങ്ങളുടെ പാർട്ടിയാ, പിണറായിയുടെ പാർട്ടി. ഇത് പിണറായി കമ്മ്യൂണിസ്റ്റ് അല്ല. സഖാ VS അച്യുതാനന്ദൻ വീണ് പോയതോടെ കമ്മ്യൂണിസം തീർന്നു പോയി. ഇതിപ്പോ പിണറായിസമാ. ആ പിണറായിസം എന്ന് പറഞ്ഞാൽ കൈക്കൂലി മേടിക്കുക, പെണ്ണുങ്ങളെ കൊണ്ടുപോവുക. നോക്കി, കേരള സംസ്ഥാനത്ത് എവിടെ കൊച്ചു പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കേസെടുക്കുമ്പോൾ പ്രതി ആരാ? DYFO CPM ആണ്. എന്താ കാരണം? അഹങ്കാരം. എന്തും ചെയ്യാൻ ഞങ്ങൾക്ക്, ഏത് പെണ്ണിനെ പിടിക്കും, ആരാ ചോദിക്കാൻ? മനസ്സിലായോ? അത് നിലയിലേക്ക് കേരളം നശിച്ചു. ഇത് ജനം ഒരുമിച്ച് കൂടിക്കൊണ്ട് എതിർക്കാൻ തയ്യാറായില്ലെങ്കിൽ, ഈ ഭരണം കഴിഞ്ഞിട്ട് നോക്കണ്ട, ഭരണം കഴിയുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ എല്ലാവരും ഒന്നിച്ചിറങ്ങിയില്ലെങ്കിൽ വലിയ അപകടം. ഇവിടെ വരുന്ന കുഴപ്പം എന്താ? ഏത് ഇഷ്യൂ ഉണ്ടായാലും പ്രതിപക്ഷവും ഭരണകക്ഷിയും തുല്യമായിട്ട് നിൽക്കുക. അവര് അതിനെ എതിർക്കുന്നില്ലല്ലോ. എതിർക്കുന്നില്ല എന്ന് വന്നപ്പം വളരെ സുഖമായില്ലേ പിണറായിക്ക്? എന്നാ കാര്യം? അതിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. പരസ്യമായിട്ട് ഞാനിപ്പോ പറയുന്നില്ല. ആരെയും UDF-നകത്ത് വലിയ ചർച്ച ഉണ്ടാവും. UDF അങ്ങനെ നശിക്കേണ്ട പാർട്ടി മുന്നണിയല്ല. ശ്രീ PC ജോർജ്, പാവങ്ങളുടെ ഒരു വിഷയമല്ലേ അത്? പറയേണ്ടത് പറയുന്നു. ഇച്ചിരി കഴിഞ്ഞിട്ടെ ഞാൻ അതിന് UDF-ന്റെ പല നേതാക്കന്മാരും ഞാൻ ബന്ധപ്പെട്ടിരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അവരുടെ മറുപടി കേട്ടിട്ട് ബാക്കി പറയാം. ഏതായാലും പിണറായി വിജയന്റെ ഈ പോക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭണം ഉണ്ടാകണം. ജനകീയ പ്രക്ഷോഭണം ഉണ്ടാക്കാൻ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയമില്ലാത്ത ജനങ്ങളെ ഇറക്കിയാൽ തന്നെ ഇറങ്ങി വരും. എവിടെ ഏത് പ്രദേശത്ത് ഏത് പത്രം എടുത്തു, നമ്മുടെ ഈ മുസ്ലിം ഭീകരവാദികളെ കടന്നുകയറ്റമില്ലേ? പിണറായി വിജയൻ അധികാരത്തിൽ കൊണ്ടുവന്ന് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ ഭീകര സംഘടനകളാണ്, മുസ്ലിം ഭീകര സംഘടനകൾ. മാന്യന്മാരായ മുസ്ലിം സഹോദരന്മാർ കരഞ്ഞുകൊണ്ടിരിക്കുക. അവരിതെല്ലാം കാണുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ ഭാഗമല്ലേ മത്സ്യത്തൊഴിലാളി മുഴുവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു മാറ്റി അവരെ അടിച്ചൊതുക്കാൻ വേണ്ടി 2 മുസ്ലിം മന്ത്രിമാരെയും ഒരു മുസ്ലിമായ KT ജലീലിനെ 3 പേര് വെച്ചത് വരെ കൊല്ലാൻ. ആള് പറഞ്ഞു ദേവർഗോവിൽ ഏതൊരു പേരും കേട്ട മന്ത്രിയാണെന്ന് പറഞ്ഞു. ഞാൻ എനിക്കറിയില്ല അവന് ഈടെ ആദ്യം വന്നതാ, ഞാൻ കണ്ടിട്ടില്ല അവനെ. അവൻ പറഞ്ഞേ കേട്ടില്ലായിരുന്നു. ഒരു അച്ഛൻ സംസാരിച്ചു, എന്തോ ഈടെ പേര് പറഞ്ഞ് എന്നെ വെച്ച കുഴപ്പമായി. അച്ഛൻ മാപ്പ് പറഞ്ഞിരുന്നു. മാപ്പ് പറഞ്ഞപ്പോ പറയല്ലേ തന്റെ പോക്കറ്റിൽ വെച്ചേക്കാൻ. താനെന്ന് വിളിക്കാൻ അവനാരാ? അവന് ഭായി വരുന്നുണ്ട്. ഒരു അച്ഛനെ ഇവനാരാ? ഞാൻ ചെയ്യണം. പാണക്കാട് തങ്ങളെ നമ്മളാരെങ്കിലും പാണക്കാട് തങ്ങളെ താനെന്ന് വിളിക്കാറുണ്ടോ? നമ്മളൊക്കെ വളരെ ബഹുമാനത്തിന് പാണക്കാട് തങ്ങൾ, വന്ദിനായ തങ്ങൾ, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ പറ്റി നമ്മളെല്ലാം എത്രയോ ബഹുമാനത്തോട് നമ്മൾ സംസാരിക്കുന്നത്. ഈ നാണം കെട്ടവൻ, ആ മര്യാദ എങ്ങ് കാണിക്കുക, വൃത്തി കെട്ടവൻ. അപ്പോ ക്രിസ്ത്യാനി അടിച്ചങ്ങ് ഒതുക്കാം. അതല്ലേ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇത്രയും കുറച്ച് പറയുന്നത്. ഞാനൊരു ഹിന്ദുവായിട്ട് തന്തയ്ക്കൂടെ ഞാൻ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ വിളിക്കാൻ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത് പറയും. അവിടെ ഞാൻ അത്രയും പറഞ്ഞു നിർത്തുക.
ശ്രീമതി സുശീല, ഈ വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പ് ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു, സമരം അവസാനിച്ചിരിക്കുന്നു. ആ ഒരു സമരം ഒത്തുതീർപ്പിൽ എത്തുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സർക്കാർ ഒരു വഞ്ചിച്ച ഒരു അവസ്ഥയല്ലേ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? കാരണം ഈ ഒത്തുതീർപ്പ് ഫോർമുലയൊക്കെ നാം പരിശോധിക്കുമ്പോൾ ഒരു പ്രസക്തമായ ഒരു ശാശ്വതമായ പരിഹാരം ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല. ആകെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട് ഒരു നഷ്ടപരിഹാരം നൽകും എന്നുള്ള ഒരു കാര്യം. പക്ഷേ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ തീരശോഷണം സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന ഒരു ആവശ്യം, ഒപ്പം വാടക കൂട്ടണം എന്നൊരു ആവശ്യം, അതുപോലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഒരു തൊഴുത്ത് പണിയാനും ലിഫ്റ്റ് പണിയാനും ഒക്കെ കോടികൾ ചെലവഴിക്കാൻ തയ്യാറുള്ള ഒരു സർക്കാർ ഈ വർഷങ്ങളായി ഗോഡൌണുകളിൽ താമസിക്കുന്നവരെ ഒരു ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു പുനരധിവാസം ഉറപ്പാക്കുവാൻ വേണ്ടി ഒരു വാടക കൂട്ടി നൽകുന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കുന്നില്ല. അത് അദാനിയുടെ CSR ഫണ്ടിൽ നിന്ന് തരും എന്നുള്ള രീതിയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ വരുന്നു. ഒരു തരത്തിലുള്ള വഞ്ചനയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശ്രീമതി സുശീല? തികച്ചും കരുതിക്കൂട്ടിയുള്ള ഒരു വഞ്ചനയുടെയും നാടകത്തിന്റെയും ഗൂഢാലോചനകളുടെ ഒക്കെ ഇരകളാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു നിലയുള്ള അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ അവിടെ ലിഫ്റ്റ് വെക്കാനായിട്ട് 25 ലക്ഷം രൂപയാണ് ചെലവ്. അദ്ദേഹത്തിന് ശുദ്ധമായ പാല് കുടിക്കുവാനും നല്ല ചായ കുടിക്കുവാനും ഒക്കെ ആയിട്ട് അവിടുത്തെ തൊഴുത്തും സംവിധാനങ്ങൾക്കും ആയിട്ട് 42 ലക്ഷം രൂപയാണ് അവിടുത്തെ ചെലവെന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളി ഈ കേരളത്തിന്റെ സൈന്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച തങ്ങളുടെ സഹോദരങ്ങള് ശ്രീമതി സുശീലയായിട്ടുള്ള ഒരു കണക്ഷനിൽ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. ഞാൻ ശ്രീ പാട്രിക്കിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ പാട്രിക് മൈക്കിൾ, ഈ സമരസമിതി മന്ത്രിസഭാ ഉപസമിതിയുമായി നടത്തിയ പല ചർച്ചകളിലൊക്കെ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടാകാം. പല ആവശ്യങ്ങൾ തുടക്കം മുതൽ തന്നെ 7 ആവശ്യങ്ങളിൽ വളരെയധികം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു സമീപനമാണ് സമരസമിതി ഉന്നയിച്ചത്. ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ്. എന്നാൽ അറ്റ് ദി എൻഡ് ഈ ഒരു സമരം ഒത്തുതീർപ്പായപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ തീരശോഷണം സംബന്ധിച്ച്. വിഴിഞ്ഞം തുറമുഖത്തെ അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം മൂലം ഉണ്ടാകാൻ തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണുക. എന്നാൽ അതിലുണ്ടായ തീരുമാനം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനായി ഒരു ജില്ലാതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. തീരസംരക്ഷണ പ്രവർത്തനങ്ങളും സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറിയും തുറമുഖ വകുപ്പ് സെക്രട്ടറിയും മേൽനോട്ടം വഹിക്കുന്നതാണ്. ഒപ്പം തന്നെ മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിൽ തീരശോഷണം മൂലം ഭവനം നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസം, അതിനായിട്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം 1.5 കൊല്ലം കൊണ്ട് പൂർത്തിയാകും എന്നൊക്കെ ഈ സുപ്രധാനമായ ന്യായമായ ഈ ആവശ്യങ്ങൾക്ക് ഈ ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി ഈ 140 ദിവസം സമരം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരു വഞ്ചനയുടെ ഒരു അനുഭവമല്ലേ ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ പോലും ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നില്ല. മോണിറ്ററിംഗ് കമ്മിറ്റി, അത്തരത്തിലുള്ള ഒഴുക്കൻ മട്ടിലുള്ള ചില തീരുമാനങ്ങളല്ലേ ഉണ്ടായിരിക്കുന്നത്? ഒരു ഘട്ടത്തിൽ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്ന് പല പ്രാവശ്യവും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറയുമ്പോഴും പഠനസമിതിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്താമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ പദ്ധതി നിർത്തിവെച്ചുകൊണ്ടുള്ള പഠനം അവർ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിലായിരുന്നു നമ്മളുണ്ടായിരുന്ന തടസ്സം. അതുപോലെ തന്നെ ഈ പറഞ്ഞ 6 കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റിയും ഉണ്ടായിരുന്നില്ല, ഒരു ധാരണയും ഉണ്ടായിരുന്നു. അവര് കൃത്യമായി എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയോ വരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു അവരുടെ ധാരണ. ഈ പറയുന്ന ധാരണകൾ പോലും ഞങ്ങൾ ചർച്ചയ്ക്ക് പോയ ശേഷം അവിടെ വെച്ച് തന്നെ പല കാര്യങ്ങളും മാറ്റിമറിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഞങ്ങൾ പലപ്പോഴും പഠനസമിതിയിൽ ഞങ്ങളുടെ ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോഴൊക്കെയും അവർ ആദ്യം ശരിയെന്ന് പറയുകയും പിന്നീട് അത് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. കാരണം നേരത്തെ തന്നെ PC ജോർജ് സാർ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള 2 മന്ത്രിമാരാണ്. ഒന്ന് അഹമ്മദ് ദേവർകോലും, ഒന്ന് നമ്മുടെ അബ്ദുൾ റഹ്മാൻ മന്ത്രിമാർ. കാരണം വിഴിഞ്ഞത്തിനപ്പുറത്ത് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ആളുകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലൊക്കെ അവർ ഇന്റേണലായ ഒരു ചർച്ചകൾ നടത്തിയെന്നാണ് പിന്നീട് അറിയുന്നത്. ഞങ്ങളാണ് ഈ പഠനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളാണ് ഇതിനകത്ത് സുതാര്യത ഉണ്ടാവണമെന്ന് ആവശ്യം. ഈ പഠനസമിതി AC റൂമിൽ ഇരുന്നു കൊണ്ട് പഠന റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളതല്ല. അവർ എല്ലാവരും അതിന് അകത്ത് തന്നെ വരികയും ഇതിന്റെ ഫീൽഡ് അവര് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്
എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആ പദ്ധതി പ്രദേശത്തും അതുമായി ആഘാതം സംഭവിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയൊരു ആവശ്യം. പക്ഷെ അതിനൊന്നും തയ്യാറാകാതെ ഇനിയിപ്പോ വരുന്ന പഠനത്തിന് സുതാര്യത ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണും. കാരണം അവരെത്തരത്തിലുള്ള ഇതാണ്. കാരണം ഒക്ടോബർ 6-ാം തീയതി ഈ പഠന സമിതി അവർ പ്രഖ്യാപിച്ചെങ്കിലും ഇതിനകത്ത് ഇത് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഏത് രീതിയിലാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതുവരെ ധാരണയായിട്ടില്ല. എപ്പോൾ പഠനം നിർത്തുമെന്നും ധാരണയായിട്ടില്ല. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ട് പോലും സർക്കാരിന് തന്നെ അറിയത്തില്ല. ടേംസ് ആൻഡ് റെഫറൻസ് എന്താണെന്ന് പോലും അവര് വച്ചിട്ടില്ല. ഞങ്ങളത് ഞങ്ങളുടേതായ ടേംസ് ആൻഡ് റെഫറൻസ് ഞങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലായിരിക്കുമോ ഇല്ലയെന്ന് പോലും ചോദിച്ചിട്ട് പോലും അറിയില്ല. ഈ പറഞ്ഞതുപോലെ ഒരു നാടിന്റെ ശാന്തി ഒരിക്കലും ഇല്ലാതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ വൈദികരും ഒക്കെ ഉൾപ്പെടുന്നവർ ഞങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതാണ്, ഒരിക്കലും ലത്തീൻ സമുദായം കാരണം ഒരു നാടിന്റെയും ശാന്തിയോ സമാധാനമോ ഇല്ലാതാക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി ഇറങ്ങി. ഞങ്ങളുടെ സഹോദരങ്ങളുടെ സമാധാനം പോയി, ഞങ്ങളുടെ വീടുകൾ പോയി. അവർ വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന വീടുകൾ ഒരു സ്വപ്നം മാത്രമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സമരവുമായി ഇറങ്ങിയത്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത് കൊണ്ട് ഒരു നാടിന്റെ ഒരു സമാധാനം. ശ്രീ പാട്രിക്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ നാടിന്റെ ശാന്തി കളയാൻ ശ്രമിച്ചത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണോ അതോ ഭരണകൂടത്തിന്റെ ചില തന്ത്രങ്ങളാണോ? ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളാണ്. അത് തന്നെയാണ്. ഞങ്ങൾ അവിടെ സമരം നടത്തുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാരും വൈദികരും ഉൾപ്പെടുന്ന ഞങ്ങളുടെ അൽമാരും ഉൾപ്പെടുന്ന കമ്മിറ്റികൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. കാരണം ഞങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ് ഇനി ഒരു നാടില് ഇങ്ങനെ ഒരു കലാപം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു സംഘർഷം, അതൊരു എന്താ പറയാ ഒരു വർഗീയ സംഘർഷം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകും. ഞങ്ങൾ ഒരിക്കലും അതിന് താല്പര്യപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് നാളുകളിൽ അവിടെ എല്ലാവരും സഹോദരങ്ങളെ പോലെ ഇപ്പൊ ഞങ്ങൾക്കെതിരെ സമരം ചെയ്തവരെയും ഞങ്ങൾക്കെതിരെ നിന്നവരെയൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങളായി തന്നെ കാണുകയാണ്. നാളെ ഇനി ഈ പറയുന്ന പോലെ കേരളത്തിന് നാളെ ഒരു എന്തു പറയുന്ന മഴ ഉണ്ടായ ഒരു പ്രളയം ഉണ്ടായാൽ പോലും ഞങ്ങൾ നാളെ അവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. ഒരു വിളിപ്പാടാകലെ ഞങ്ങൾ അത് കാതോർത്തിരിക്കും. ഞങ്ങൾ ഈ കേരള സമൂഹത്തോട് എപ്പോഴും നീതിപൂർവം സമാധാനപരമായി പെരുമാറാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവരോടും വളരെ നീതിപൂർവമായിട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ സഹകരിക്കും. മറ്റൊരു കാര്യം ശ്രീ പാട്രിക്, ഈ സമരം ഒത്തുതീർപ്പായതുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരുകൂട്ടരും പിരിഞ്ഞത് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഒരു പൊതുവികാരം എന്താണ്? അങ്ങ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനൊപ്പമാണ്, അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വിഴിഞ്ഞ സമരം ഒത്തുതീർപ്പായതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഒരു പൊതുവികാരം യഥാർത്ഥത്തിൽ എന്താണ് ശ്രീ പാട്രിക്? ദുഃഖമാണോ അതോ സന്തോഷമാണോ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ദുഃഖവും സന്തോഷവും എന്നൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഒരു ധാരണ എത്തിക്കാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ഞങ്ങളുടെ ഈ 4 വർഷമായി ഞങ്ങൾ ഈ സർക്കാരിന്റെ പുറകിൽ, മന്ത്രിമാരുടെ പുറകിൽ, ഈ ഉദ്യോഗസ്ഥരുടെ പുറകിൽ നടന്നിട്ടും ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് മാറി താമസിക്കാനായിട്ടുള്ള ആളുകൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് 8 ഏക്കർ സ്ഥലം അവര് ഏറ്റെടുക്കുകയും അവിടെ 1.5 വർഷത്തിനകത്ത് 635 സ്ക്വയർ ഫീറ്റില് വീട് നിർമ്മിച്ചു കൊടുക്കാനൊക്കെ അവർ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് 311 രൂപ കാലാവസ്ഥാ വ്യതിയാനം മൂലം തൊഴിലുകൾ നഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടായത്. ഇനി ഞങ്ങളുടെ മുതലപ്പൊഴി മരണപ്പൊഴിയാണ്. ആ മുതലപ്പൊഴിയിൽ പോലും ഞങ്ങളുടെ പഠനം നടത്തണമെന്നുള്ള രീതിയിൽ ആ പഠനം നടത്താമെന്നും അതിൽ ഞങ്ങളുമായി ചർച്ച ചെയ്യാമെന്നും ഒക്കെ ഒരു ധാരണയാകുന്നത് ഞങ്ങളുടെ സമരത്തിന്. ഈ സമരം എന്തുകൊണ്ട് ഞങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ വരുന്ന ധാരണകൾ പോലും ഉണ്ടാകുന്നത്. ശ്രീ പാട്രിക്, ഒരു സംശയം കൂടി ചോദിക്കട്ടെ. അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ മുൻപ് ഈ മന്ത്രിസഭ ഉപസമിതിയുമായി നടത്തിയ പല ചർച്ചകളിലും ഒരു ധാരണയായ കാര്യങ്ങൾ തന്നെ ആയിരുന്നില്ലേ? പിന്നീട് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനിടയായ ഒരു സാഹചര്യം? ധാരണയായി എന്ന് പറയുമ്പോൾ പോലും ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് മാത്രമേ ഒരു ധാരണ വന്നിട്ടുള്ളൂ. അത് എങ്ങനെ ചെയ്യും, ഏത് രീതിയിൽ ചെയ്യും എന്നതിനുള്ള ഒരു ക്ലാരിറ്റിയും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് പലപ്പോഴും ചർച്ച ചെയ്തത്. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
ഏറ്റവും അവസാനം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിമാരോട്, നമ്മൾ ഇരിക്കുന്നത് ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കാനാണ്. നമ്മളെല്ലാവരും ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളും ഈ സമരം നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്കൊരു ധാരണ ഉണ്ടാക്കാം, നമുക്ക് അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കാം. ഈ 1-2 കാര്യങ്ങളെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് മീഡിയയോട് പറഞ്ഞ് ജനങ്ങളിൽ എത്തിക്കാം. അതിനുശേഷം 1-2 സിറ്റിംഗ് കൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അന്നും സർക്കാരിന് ഞങ്ങളോട് ഒരു വിശ്വാസമില്ലായിരുന്നു. കാരണം ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുമോ അതല്ലെങ്കിൽ ഞങ്ങൾ ഈ സമരവുമായി ഏത് രീതിയിൽ പ്രതികരിക്കുമോ എന്നുള്ള ഒരു വിശ്വാസക്കുറവ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കടമയാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങളോട് ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ 6 എണ്ണവും നിങ്ങളുടെ കടമകളാണ് പറയുകയാണ്. മണ്ണെണ്ണയുടെ സബ്സിഡിക്ക് പോലും അവർ കൃത്യമായതില്ല. ഈ കഴിഞ്ഞ ചർച്ചയിൽ ഞങ്ങൾ ഏകദേശം ചീഫ് സെക്രട്ടറിയുമായും അതിനോടനുബന്ധിച്ച് ഈ ഫിഷറീസ് സെക്രട്ടറിയായും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നു. പക്ഷേ മണ്ണെണ്ണയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ പാട്രിക്, ഈ ഡീസൽ എഞ്ചിനൊക്കെ ആയി മാറ്റുവാൻ ഈ സബ്സിഡി നൽകുക അത് എത്രത്തോളം പ്രായോഗികമാണ്? അതൊരു കൃത്യമായി തന്നെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ? നമ്മളൊരു പ്രാക്ടിക്കലായി ചിന്തിച്ചു കഴിയുമ്പോൾ സർക്കാർ ജനങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. സർക്കാർ അത് വാക്ക് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ സമരം താൽക്കാലികമായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ മാറുന്നത്. ഞങ്ങൾക്ക് സമയബന്ധിതമായി ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല. ഇനി അവർ ഗൂഢാലോചന എന്ത് കാര്യങ്ങളോ തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ ഇനിയും സമരമുഖത്തെത്തും. ഞങ്ങൾ ഈ സർക്കാരിനെതിരെ പ്രതികരിക്കും. സർക്കാർ ഞങ്ങൾക്ക് നേടിത്തരാം അല്ലെങ്കിൽ നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കിയില്ല എങ്കിൽ ഞങ്ങൾ കൃത്യമായി പ്രതിഷേധവുമായി ഞങ്ങൾ രംഗത്ത് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീമതി സുശീല ഈ ഘട്ടത്തിൽ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം താങ്കൾക്ക് സുശീലയ്ക്ക്. സർ, ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത് വളരെ ജനാധിപത്യ രീതിയിൽ സർക്കാരിനോടുള്ള ഞങ്ങളുടെ ജനകീയ മാനുഷിക അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഒക്കെയും തന്നെ അതിന് വേറൊരു മുഖം ചാർത്തി കൊടുത്തുകൊണ്ട് ഞങ്ങളെ അപമാനിക്കുവാനും ഞങ്ങളെ ആക്രമണകാരികളാക്കുവാനും ഞങ്ങളുടെ സമരത്തെ ഒരു വർഗീയ സമരമായിട്ട് മുദ്ര കുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇതുവരെയും നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സമവായത്തിലൂടെ ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ തന്നെ ഒരുപാട് ആശങ്കകൾ ഞങ്ങൾക്കുണ്ട്. ആദ്യത്തേതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ 5500 രൂപ വാടക ഇനത്തില് നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് തരാമെന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 5500 രൂപ നഗരപ്രദേശത്തില് ഒരു വീട് കിട്ടുന്നതിന് സാധ്യമാകുമോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൗകര്യങ്ങൾക്ക് 25-46 ലക്ഷം രൂപയിലധികം വരുന്ന പ്രാഥമിക സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യന്, അവന് ഈ കേരളത്തിന്റെ രക്ഷാ സൈന്യമായി മാറിയ മനുഷ്യന്, ഈ മുങ്ങിത്താഴ്ന്ന സഹോദരങ്ങൾക്ക് തങ്ങളുടെ തോളും നെഞ്ചും കൊടുത്ത് കൈത്താങ്ങ് കൊടുത്ത സൈന്യത്തിന് കൊടുക്കുന്നത് വെറും 5500 രൂപയാണ്. ആത്മാഭിമാനമുള്ള ഒരു മത്സ്യത്തൊഴിലാളിയും CSR ഫണ്ടിനെ ഉൾക്കൊള്ളുകയില്ല. അതിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ സമരസമിതി അംഗങ്ങൾ മന്ത്രിസഭായോഗ ചർച്ചയിൽ അതിനെ തിരസ്കരിച്ചത്. കാരണം അദാനിയുടെ ഒരു സൗജന്യവും സഹായവും നക്കാപ്പിച്ചയും മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമില്ല. സർക്കാരിന് തങ്ങളെ ജയിപ്പിച്ചു വിട്ട മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് മാത്രമാണ് ഞങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെയും കൊണ്ട് ഞങ്ങൾ അകറ്റുന്ന ആശങ്കകളൊക്കെ, ഈ വിഴിഞ്ഞം പോലുള്ള ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര തുറമുഖം വരുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ മത്സ്യബന്ധനത്തിന് സാധ്യമാകുമോ, അത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കേണ്ടത് ഈ വികസനം മുതലാക്കി ജീവിക്കുന്ന ഭരണകൂടം ഞങ്ങൾക്ക് ഇത് വ്യക്തമാക്കി പറഞ്ഞു തരണം. 100-ലധികം 1000-കണക്കിലധികം കപ്പലുകൾ വന്ന് നങ്കൂരമിട്ട് ഈ വിഴിഞ്ഞം പ്രദേശത്ത് കിടക്കുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴില് അവരുടെ ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോ നടത്തുന്നത് പോലുള്ള മത്സ്യബന്ധനം ആ പ്രദേശത്ത് നടത്തുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ആശങ്ക ഞാൻ ഈ സർക്കാരിനോട് ചോദിക്കുകയാണ്. മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഈ വിഴിഞ്ഞം മുതല് മുല്ലൂർ ഭാഗം മുതല് പൂവാർ പൊഴിക്കര വരെയൊക്കെ നമുക്ക് കപ്പൽ ചാലുകൾ വരുമെന്ന് പറയുന്നുണ്ട്. ഈ കപ്പൽ ചാലെന്ന് പറയുന്നത് സർക്കാരും അദാനി ഗ്രൂപ്പും വ്യക്തമാക്കണം, എവിടം മുതൽ എവിടം വരെ.
കരയിൽ നിന്ന് എത്ര നോട്ടിക്കൽ അകലെയാണ് ഈ കപ്പൽ ചാല് വരുന്നത്? ഈ കപ്പൽ ചാല് വരുമ്പോൾ തീരപ്രദേശത്ത് നിർമ്മിക്കാൻ പോകുന്ന കടൽ ഭിത്തികളുടെ അവസ്ഥ മൂലം ഈ പ്രദേശങ്ങളിൽ, അതായത് മുല്ലൂര് മുതൽ കൊല്ലങ്കോട് വരെ അല്ലെങ്കിൽ പൂവാറ് വരെ ഉള്ള പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന രീതി എങ്ങനെയായിരിക്കും, അവരുടെ ഉപജീവനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഈ സർക്കാർ നമ്മളോട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത്, ഈ പോർട്ട് വന്നു കഴിയുമ്പോൾ ഈ പോർട്ട് വന്നത് മൂലം തൊഴിൽ നഷ്ടം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവരണം ഈ തുറമുഖ മേഖലയിൽ ഉണ്ടാകുന്നു. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 35,000-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ അവരുടെ തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ സാധ്യത ഈ തുറമുഖത്ത് കൊടുക്കുവാനായിട്ട് സർക്കാരിനോ അദാനി ഗ്രൂപ്പിനോ എന്തെങ്കിലും പരിഗണനയിലുണ്ടോ അത്തരം ആവശ്യങ്ങളോ എന്നുള്ളത് ഞങ്ങളുടെ കാര്യങ്ങളാണ്. ഈ സമവായ ചർച്ചകൾ ഉടലെടുക്കുമ്പോഴും വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട കുറെ അധികം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ അഭിവന്ധ്യ പിതാവിന് 40-ലധികം കേസുകളുണ്ട്. ഓക്സിലറി ബിഷപ്പിന് 100-ലധികം കേസുകളുണ്ട്. കുജിൻ പെരേര അച്ഛന് 200-ലധികം കേസുകളുണ്ട്. ആ കേസുകൾ ഏതെങ്കിലും പിൻവലിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി അറിവുണ്ടോ? ഇതുവരെയും ഒരു കേസുകളുടെ കാര്യത്തിലും പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പുകളോ കേസുകളിന്മേലുള്ള നടപടികളെ കുറിച്ചോ വ്യക്തമായ ധാരണയൊന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇവിടെ കേസുകൾ എടുത്തിരിക്കുന്നത് വളരെ പെരുമഴക്കാലം പോലെയാണ്. ഓരോ സമര ദിവസവും ഓരോ കേസുകളായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങിങ്ങായിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ എല്ലാം ഓരോ ക്രൈമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടിയ ഒരു ജനതയെ കേസുകളിൽ ഉൾപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി അതിൽ കുറെ എതിർ സമരം നടത്തിയവരെ കൊണ്ട് വർഗീയ വിഷം ചീറ്റിപ്പിച്ച് ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കെട്ടിഘോഷിക്കപ്പെട്ട ഈ കേസുകളുടെയൊക്കെ സ്ഥിതി എന്താകുമെന്നുള്ള ആശങ്കയും ഞങ്ങൾക്കുണ്ട്. ഓക്കെ, വളരെ വ്യക്തമാണ്. ചുരുക്കത്തിൽ സമരം ഒരു ഒത്തുതീർപ്പിൽ എത്തിയെങ്കിലും, ഒരു സമവായത്തിൽ എത്തിയെങ്കിലും മത്സ്യത്തൊഴിലാളി സമൂഹം വളരെയധികം ആശങ്കയിലാണ്, അല്ലെ? ഒരുപാട് ആശങ്കകളുണ്ട്. ഞങ്ങളുടെ ആശങ്കകൾക്കൊന്നും തീരുന്നില്ല. കാരണം ഇതൊരു ഞങ്ങൾ പറഞ്ഞല്ലോ, സമ്മർദ്ദത്തിലായിട്ട് നമുക്ക് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇത്. ഞങ്ങളുടെ സമാധാനപരമായി പോയിരുന്ന ഒരു സമരത്തെ മറ്റു രീതിയിലേക്ക് ഒരുപാട് പേര് പറഞ്ഞു ഇതിന്റെ പിന്നില് നിഗൂഢ ശക്തികളുണ്ട് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള നിഗൂഢ ശക്തികളോ വിദേശ ഫണ്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുമായിരുന്നു. അതായത് വളരെ വ്യക്തമായ ഒരു പോയിന്റാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. പലരും ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഈ സമരത്തിന് പിന്നിൽ രാജ്യദ്രോഹ ശക്തികളുണ്ട്, നിഗൂഢ ശക്തികളുണ്ട് എന്നൊക്കെ. പക്ഷേ അത്തരത്തിലൊരു ശക്തികൾ ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു സമരം ഒത്തുതീർപ്പാകുമായിരുന്നില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഒരിക്കലും ഇത് ഒത്തുതീർപ്പാകുമായിരുന്നില്ല. ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ സമരമാണ്. നമുക്ക് കുറച്ച് വൈകാരിക അംശം ഞങ്ങൾ കൂടുതലാണ് എങ്കിലും കാര്യങ്ങളെ വൈകാരികമായി എടുക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ ബുദ്ധിപരമായി സ്വീകരിക്കാനും ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു താൽക്കാലികമായി ഇവിടെ നിന്ന് പിന്മാറുന്നത്. പക്ഷേ നിങ്ങൾ ഉയർത്തിക്കാട്ടിയ NIA അന്വേഷണങ്ങളും കേന്ദ്രസേനയും ഒക്കെ എവിടെ പോയി? ഇപ്പോ എന്തുകൊണ്ടാണ് സമവായ ചർച്ചകളിലൊന്നും ഇതൊക്കെ ആവർത്തിക്കപ്പെടാതിരുന്നത്? ഞങ്ങൾ ആരും കേന്ദ്രസേനയെ പേടിച്ച് ഓടുന്നവരല്ല, അല്ലെങ്കിൽ വിദേശ ഫണ്ട് നിങ്ങൾ കുത്തിപ്പൊക്കിയപ്പോൾ ഞങ്ങൾ ഓടിയവരല്ല. ഞങ്ങളുടെ സമൂഹത്തിൽ ഒരു ശാന്തി സമാധാനം കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുവാനുമുള്ള ഒരു ബൗദ്ധികമായ നീക്കം മാത്രമായിരുന്നു എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ്. താങ്കൾ ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ദേശാഭിമാനി പത്രത്തിന്റെ ഒരു ഫ്രണ്ട് പേജാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. ഒരു 9-അംഗ സംഘത്തിന് യുജിനച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് രാജ്യദ്രോഹി സംഘം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അതെ, ഈ 9-അംഗ സംഘം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നമ്മളിപ്പോ ഈ സമരം സമവായ ചർച്ചയിൽ എത്തിയെങ്കിലും അവസാനിപ്പിച്ചുവെങ്കിലും തുടർ അന്വേഷണത്തിനാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഗൂഢാലോചനയിലോ മറ്റെന്തെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലോ ഇതിനു വേണ്ടി വിദേശ ഫണ്ടുകൾ സ്വീകരിച്ച എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഞങ്ങളെ ഇത്രത്തോളം അപമാനപ്പെടുത്തി ഈ സമൂഹ മധ്യത്തില് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വൈകൃത മുഖം സൃഷ്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ നടത്തിയ വെമ്പലുകളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ സമരവീര്യത്തിന് തൽക്കാലം ഒരു ആശ്വാസം അല്ലെങ്കിൽ തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് ഞങ്ങൾ ഇട്ടുവെങ്കിലും
നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പട്ടങ്ങളൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇതുപോലൊരു മത്സ്യത്തൊഴിലാളിക്ക് നിങ്ങൾ ഒരു സൈനികൻ എന്ന കേരള സൈനികന്റെ പട്ടം കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് സെട്ടൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ജയിലിലായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് മറുപടി കൊടുക്കുവാനായിട്ട് സാധിക്കും? വളരെ വ്യക്തമാണ്. ഈ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളിയായ ഈ വ്യക്തിയുടെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണോ എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ചർച്ചയിൽ നിന്നും ഉയരുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഞാൻ ശ്രീ PC ജോർജിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ പറഞ്ഞോളാം. എന്താ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ജോർജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? സുശീല എന്ന് പറയുന്ന സഹോദരി പറഞ്ഞ് വേദനിക്കുന്ന അനുഭവം കേട്ടല്ലോ. വേറൊന്നുകൂടെ ഓർപ്പിക്കാം. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നമ്മുടെ ഒരു വൈദികനെ വിളിക്കുകയാണ് ഫോണിൽ, സഹായിക്കണം, നിങ്ങൾക്ക് അത് സാധിക്കൂ, ഞങ്ങൾ പട്ടാളത്തിൽ പോയി പറ്റുന്നില്ല, സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ആ അച്ഛൻ പറയുകയാണ്, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ സംരക്ഷിക്കും. ആ നിമിഷം തന്നെ ഫോൺ കട്ട് ചെയ്ത് അച്ഛൻ മത്സ്യത്തൊഴിലാളികളുമായിട്ട് വള്ളമായിട്ട് നേരെ റാന്നിയിലും പത്തനംതിട്ടയും തിരുവല്ലയിലും ചെങ്ങന്നൂരും ഒക്കെ വരിക. ആ അച്ഛനെയാണ് രാജ്യദ്രോഹി നീ വൃത്തികെട്ടവന്മാർ വിളിക്കുന്നത്. മനസ്സിലാവോ? അച്ഛനെ മനസ്സിലായാലും ഞാൻ പറയണ്ടല്ലോ. അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത അച്ഛനെയാണ്. അതാ പറഞ്ഞേ, ആ അച്ഛനെയാണ് ഈ വിവരം കേട്ട മന്ത്രിമാര് രാജ്യദ്രോഹി എന്ന് വിളിക്കുക. ഇവനെയൊക്കെ എന്താ പറയേണ്ടത് ഒന്ന് ആലോചിച്ച്. ഞാൻ അത് വലിയ ബഹുമാനമില്ലാതെ സംസാരിക്കും. ഇവനെ ഒന്ന് ബഹുമാനിക്കാൻ എനിക്ക് പറ്റുകയില്ലാത്തതുകൊണ്ടാണ്, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് സങ്കടമുണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു ഇവനെ പറ്റിയൊക്കെ. ഒന്ന് ആലോചിച്ച്, എത്ര ഭീകരമാണ്. ആ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ഇത്രയധികം ജനങ്ങളെ ഒരുമിച്ച് വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക. വർഗീയത, നാണം കെട്ട വർഗീയത ഉണ്ടാക്കുന്ന APMമാർ. ഇയാളാണോ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത്? ആരുടെ വീട്ടിലെ പശുവിന് പാലിന് വേണ്ടിയിട്ട് 49 ലക്ഷം രൂപയും അയാളാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൊല്ലാൻ നടക്കുന്നത്. അയാളുടെ വീട് 2ാം നില കയറാൻ മേല, അതിന് ലിഫ്റ്റ് ഉണ്ടാക്കുന്നു, 25 ലക്ഷം രൂപ. അതിന് ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ 3 എണ്ണം വേണ്ടേ? 3 6 എണ്ണം. അതിന് ശമ്പളം അത് DYFIക്കാരുണ്ടായിരിക്കാം, ശമ്പളം കൊടുക്കണ്ടേ? ഇത് ഖജനാവിന്നാണ്. 4,67,000 കോടി രൂപ കടമുള്ള കേരളമാണ്. ഓരോ മാസവും ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കൊടുക്കാൻ വേണ്ടി 2,600 കോടി രൂപ കടമെടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരാണിത്. ആ സർക്കാരാണ് ഈ മത്സ്യത്തൊഴിലാളെ ഇടിച്ചു പഠിച്ച് അടിച്ചു കൊടുത്തുകൊണ്ട് അദാനിയുടെ കാശും മേടിച്ചുകൊണ്ട് കളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വേറൊന്നുകൂടെ ചോദിക്കട്ടെ. ഈ ഇപ്പൊ എഗ്രിമെന്റ് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഈ ആളുകൾക്ക് 5,500 രൂപ വെച്ച് കൊടുക്കാവുന്ന ഒരു സത്യം ബോധ്യമല്ല. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് സത്യം ബോധ്യമല്ല. അപ്പൊ ഫ്ലാറ്റില് താമസിക്കുന്നു പറഞ്ഞു, ശ്വാസം വിടാൻ പറ്റാതെ 300 കുടുംബം കിടക്കുക. അവർക്ക് കഞ്ഞി കുടിക്കാൻ മാർഗം അറിയാവോ? അവരെ സഹായിക്കണം എന്ന് വേണ്ടിട്ട് ആ പാവങ്ങൾക്ക് അരിയെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള മര്യാദ ഈ പിണറായി കാണിക്കണ്ടേ? പിന്നെ ഇതെല്ലാം പറയുന്നത് എന്താ? എല്ലാം അദാനി ചെയ്തോളൂ എന്നാ. അദാനിയോട് ചോദിക്കണം എന്നാ പറയുന്നത്. അദാനിയാണോ ഇവിടുത്തെ മുതലാളി? മുതലാളിയാള്, നമുക്ക് തർക്കമൊന്നുമില്ല. അദാനിയാണ് ഇവിടുത്തെ ജനകീയ ഗവൺമെന്റിനെ നയിക്കുന്നത്. ഇതാണോ ജനകീയം? അപ്പൊ അദാനി എന്ന് പറഞ്ഞു ഒരു മുതലാളിയുടെ മുമ്പിൽ പോയി കൈ നീട്ടി നിൽക്കുന്ന നാണം കെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നാടിന് അപമാനമാണ്. ഞാൻ മറ്റു വിശദാംശങ്ങൾ ഒന്നും കിടക്കുന്നില്ല. നമ്മുടെ പിതാക്കന്മാരെ പ്രതിയാക്കുന്ന എത്ര എന്നെ സെക്ഷൻ ഇട്ടിരിക്കുന്നോ? 307 സെഷൻ കേസാ. മനസ്സിലായില്ലേ? ജാമ്യമില്ല. 3000 പേരെ പ്രതിയാക്കിയിരിക്കുന്നത്. ഒന്ന് അറസ്റ്റ് ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്കിലേ നമുക്ക് എളുപ്പമുണ്ടല്ലോ ബാക്കി കൂടെ. കേരളം മുഴുവൻ കത്തും. എനിക്ക് അറിയില്ലഞ്ഞിട്ടാ മുഖ്യമന്ത്രിക്ക്. അങ്ങനെ കാലം ഉണ്ടായാലോ? സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇവിടെ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ഭീകരവാദികളുടെ അടിമയായി ക്രിസ്ത്യൻ സമൂഹത്തെ തകർക്കണമെന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ. ഹിന്ദു സമൂഹത്തോടും വൈരാഗ്യവ. ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും പാടില്ല, മുസ്ലിങ്ങൾ മതി എന്ന് പറയുക. മുസ്ലിം ഭീകരവാദികളെ മാത്രമേ അതിന് കിട്ടുള്ളൂ. പാണക്കാട് തങ്ങളെ പോലുള്ള മാന്യന്മാരൊന്നും അതിന് കിട്ടുകയെന്ന് ഈ മുഖ്യമന്ത്രി അറിയാൻ പോകുന്നുള്ളൂ. അല്ലെ കാന്തവരും വന്യനായ ഉസ്താദുണ്ട്, കാന്തവർ ഉസ്താദ്, മനസ്സിലായില്ലേ? അവരൊക്കെ ക്ഷീണിതരാണ്, അസുഖമാണ്, എനിക്കറിയാം. അപ്പോ എന്തുകൊണ്ട് ഈ രീതി നീങ്ങുന്നു? ശുദ്ധ വർഗീയത പറയുന്നത് നാണക്കെട്ട വർഗീയതയല്ലേ പറയുന്നത്? ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ 3 ഇതുപോലുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലും. അവർക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട് മത്സ്യത്തൊഴിലാളികളിൽ. അവിടെ ചർച്ചയ്ക്ക് പോകുമ്പോ ഒരു 3 പേരെ വെച്ചിരിക്കുക, 3 മുസ്ലിങ്ങൾ. എന്താ കാര്യം? അതിന്റെ ന്യായം എന്താ? അത് 2 മന്ത്രിമാര്, 2 മുസ്ലിങ്ങള്. അവർ ആ നാട്ടുകാരല്ല, എന്തിനു മുസ്ലിങ്ങളെ വെച്ചിരിക്കുന്നു? ഞാൻ ആന്റണി രാജു അവിടുത്തുകാരനായ മന്ത്രിയില്ലേ? ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ. എന്ത് നമ്മൾ കുറ്റം? വിദ്യാഭ്യാസ മന്ത്രി ഒരു ഹൈന്ദവനാണ്, അവിടുത്തുകാരനല്ലേ?
ഒരാളെ വെക്കാൻ പാടില്ല. അത് മുസ്ലിങ്ങള്. മൂന്നാമതൊരാളെ വെച്ചിരിക്കുന്നത് ആരാ? രാജ്യദ്രോഹം. കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമെന്ന് പറഞ്ഞവനാ കക്ഷി മന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു മന്ത്രിസ്ഥാനം പോയവനാ കേറ്റിയേരിയില്. അയാളെ അടുത്ത ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. എന്താ ന്യായം ജോർജി? ഞാൻ കൂടുതൽ ചർച്ചയ്ക്കൊന്നും പോകുന്നില്ല. വളരെ വികാരപരമായി ഞാൻ പറയുന്നു, ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ജനങ്ങളെ കൂട്ടായ്മ ഉണ്ടാവണം. ഈ നാണം കെട്ടവന്മാരുടെ വർഗീയ സമരത്തിന്, വർഗീയതയാണ് ഇത് ഇവന്മാരുടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ നാണം കെട്ട മുസ്ലിം ഭീകരവാദത്തിനെതിരെ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കണം. ക്രിസ്ത്യാനി വളരെ ചെറുതാ. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മുസ്ലിം ഭീകരവാദികൾക്കെതിരെ അത് പിണറായി വിജയനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണം. അതിന് എല്ലാ സഹായവും, നമ്മുടെ എല്ലാവരും സഹായവും ഉണ്ടാകണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി ശ്രീ പി സി ജോർജ്, അങ്ങ് പറഞ്ഞു ഈ ധാർഷ്ട്യത്തിന് ഒരു അറുതി വരുത്തണമെന്ന്. ഈ പൂച്ചയ്ക്കാര് മണി കെട്ടുമെന്നൊക്കെ പറയുന്ന പോലെ ഈ ധാർഷ്ട്യത്തിന് ആരെ അറുതി വരുത്തും ശ്രീ പി സി ജോർജ്? ജനം. അതായത് ഈ റഷ്യൻ വിപ്ലവം കേട്ടിട്ടുണ്ടോ ജോർജി? അവിടെ ജനങ്ങൾ മുഴുവൻ പട്ടിണിയായിട്ട് കിടന്നിട്ട് വിശക്കുന്ന റൊട്ടി ഭക്ഷണമേ ചോദിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിന് മുമ്പിലോട്ട് കയറിപ്പം മനസ്സിലായില്ലേ? രാജകൊട്ടാരത്തിൽ നിന്ന് നീറോ ചക്രവർത്തി അയാളുടെ ഭാര്യ ബാൽക്കണി വന്നു. റൊട്ടിയില്ലാത്തോണ്ട സമരം. റൊട്ടി അല്ലെങ്കിൽ കേക്ക് തിന്നോളാൻ. അവള് കേക്കാ തിന്ന് പഠിച്ചത്. അത് കേട്ടത് വികാരം വന്ന ജനമെല്ലാം കൂടെ അങ്ങടെ അകത്തോട്ട് കയറി അവളെ വെട്ടിക്കൊന്നു, രാജാവിനെ കൊട്ടിക്കൊന്നു, ഹീറോ ചക്രവർത്തിയെ കൊട്ടിക്കൊന്നു, എല്ലാത്തിനും പരമ്പര മുഴുവൻ വെട്ടിക്കൊന്ന് അവിടെ റഷ്യൻ വിപ്ലവം അതാണ്. അത്തരത്തിൽ നമുക്ക് നിയമം കയ്യിലെടുക്കുന്ന നടപടികളിലേക്ക് പോണോ ശ്രീ പി സി? ചിലപ്പോ നിയമം കയ്യിലെടുക്കേണ്ടി. നിയമം നമ്മൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമം നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ആ നിയമത്തെ നമ്മൾ ലംഘിക്കേണ്ടി വരും. ഗാന്ധിജി എന്നാ പറഞ്ഞ് ഉപ്പ് സത്യാഗ്രഹം? പിന്നെ എന്താ ഉപ്പ് സത്യാഗ്രഹം? എന്താ? നിയമം ലംഘിക്കുക. അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. വേണ്ട കൊലപാതകം നടത്തണമെന്ന് ഞാൻ പറഞ്ഞു. ആരെയും കൊല്ലണ്ട. ഞാൻ പറഞ്ഞു റഷ്യയിൽ ഉണ്ടായത് അതാന്നാ ഞാൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ പിണറായി. അങ്ങനെ ഒന്ന് ഓർക്കട്ടെ. പിണറായി അവിടെ എങ്ങനെ ഉണ്ടായെന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കൊലപാതകം നടത്തണ്ട, പക്ഷെ ജനകീയ പ്രക്ഷോഭം വേണം. വലിച്ചു അടിക്കേണ്ടി വരും സെക്രട്ടേറിയറ്റിൽ കയറുന്ന എന്റെ അഭിപ്രായം. ഇവിടുത്തെ പോലീസ് എല്ലാം വിളിച്ചല്ലോ. ഇവിടുന്ന് എല്ലാ പോലീസ്, ഇടുക്കിയിലെ പോലീസ് മുഴുവൻ പോയി, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പോലീസ് പോയി, ജാമ്യം ലീവ് എടുത്തിരുന്ന പോലീസുകാർ ലീവ് ക്യാൻസൽ ചെയ്തു. എന്നോ ബഹളമായിരുന്നു അങ്ങോട്ട്. ഈ പാവപ്പെട്ട 10-50 മത്സ്യത്തൊഴിലാളികളെ അടിച്ചു കൊല്ലാൻ വേണ്ടി. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നു? ഞാൻ പട്ടാളത്തെ വിളിക്കുന്നു. ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് പട്ടാളം വന്നോ? പട്ടാളത്തെ വിളിക്കുന്നു നിങ്ങൾ. നാണം കെട്ടവൻ ഒരു മുഖ്യമന്ത്രി വേണമെന്നെ നിയമം. എനിക്ക് അപമാനം തോന്നുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ബറ്റാലിയൻ പോലീസ് താങ്കളെ അറസ്റ്റ് ചെയ്യാനും എത്തിയിരുന്നു. ഇല്ല, എന്നെ 9 പ്രാവശ്യം കൊണ്ടുപോയല്ലോ. ഞാനങ്ങ് പോയപ്പോ ഈ രാജ്യത്ത് നീതിന്യായ കോടതി ഉണ്ട് ജോർജി. ഒന്നാന്തരം കോടതിയുണ്ട്. ആ പുസ്തകം വായിച്ച് നിയമം പറയുന്ന ജഡ്ജിമാരാ. എന്നെ ആദ്യം കൊണ്ടുപോയപ്പം അവിടെ ചെന്ന് കയറുന്ന ജഡ്ജി, ഞാൻ അവരുടെ പേര് ഞാൻ പറയുന്ന മര്യാദയില്ലാത്ത പറയുന്നത്, അവര് പഠിക്കുന്ന കാലത്ത് SFIയുടെ നേതാവായിരുന്ന മാന്യായ സഹോദരി. അവർ ചെല്ലുന്നതിനപ്പുറം പൊക്കോളാൻ പറഞ്ഞുള്ളൂ. ജാമ്യം 3 തവണ നമ്മുടെ ജാമ്യം എനിക്ക് തന്നത് വനിതകളാണ്. പിന്നെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഇപ്പൊ പറയുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതി ഹൈക്കോടതി അറിയിച്ചിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ ഇപ്പൊ പിടിക്കാൻ വരാത്ത, എന്നെ പിടിക്കാൻ വന്നേനെ. അവിടെ സാരമില്ല, അതൊക്കെ ഞാൻ നേരിട്ടോളാം, ധൈര്യമായിട്ടിരിക്കുക. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇനിയും അവർ എവിടെ വിളിച്ചാലും ഞാൻ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതാണ്. ഒരു സംശയം. വളരെ വളരെ വ്യക്തമാണ്. ചർച്ചയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അവസാനത്തെ ചോദ്യം ശ്രീ പാട്രിക്, ഈ വിഴിഞ്ഞം സമരം കേരള ജനതയ്ക്ക് നൽകുന്ന ഒരു പാഠം എന്താണ് ശ്രീ പാട്രിക് മൈക്കിൾ? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. വിഴിഞ്ഞം സമരം ഈ ജനതയ്ക്ക് നൽകുന്ന ഒരു പാഠം ഞാൻ പറയാതെ തന്നെ എല്ലാവരും കണ്ടതാണ്. സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളെ എങ്ങനെ വറുതിയിലാക്കാമെന്ന് സർക്കാർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു സമരം. എന്നാൽ നിങ്ങൾ കണ്ടോളൂ, ഈ കേരള ജനത കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ സത്യമെന്നുണ്ടെങ്കിൽ ഇതിനുത്തരം ദൈവം കൊടുക്കും. ഇത് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിനായിട്ടുള്ള സമരമായി, അവരുടെ അതിജീവനത്തിനായിട്ടുള്ള സമരം. ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി മാത്രമല്ല നോക്കേണ്ടത്, അവിടുത്തെ ജനങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും കൂടി കാണണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ. അതിന് ഏത് സർക്കാരായിക്കോട്ടെ കാണണമെന്നുള്ളതായിരുന്നു. ഇനി അത് കണ്ടില്ലെങ്കിൽ അത് കാണാനായി, അത് ശ്രദ്ധയിൽപ്പെടുത്താനായി വരുന്നവരെ വർഗീയവാദികളെന്നും ദേശദ്രോഹികളുമെന്നും മുദ്രകുത്തുന്ന ഈ സർക്കാർ
ഈ ജനങ്ങളെ ഏത് രീതിയിലാണ് സേവിക്കുന്നതെന്നും കൂടി ജനങ്ങളോട് പറയേണ്ടതായിട്ട് കാലം വരും. ഈ പദ്ധതി പൂർത്തിയാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഈ സത്യസന്ധതയുള്ള ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി എത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കാണാം. വളരെ വൈകാരികമായിട്ടുള്ള ആഗ്രഹിക്കുകയാണ് ഓക്കെ സർ. ഈ കേരള ജനത മത്സ്യത്തൊഴിലാളികളുടെ ഈ 140 ദിവസത്തെ സമരം കണ്ടുകൊണ്ടാണിരുന്നത്. ഈ 6 ആവശ്യങ്ങളിൽ ഭാഗികമായി ഞങ്ങള് ചില കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് പിന്നോട്ട് മാറുമ്പോഴും ഈ 6 ആവശ്യങ്ങൾ മാത്രം നേടിയെടുക്കുകയും 7ാമത്തെ ആവശ്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് തുടർന്നുണ്ടാകുമ്പോൾ, ഈ തുറമുഖം പണി പൂർത്തിയാകുമ്പോൾ മറ്റ് 6 ആവശ്യങ്ങളും ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരള ജനത കാണും. അത് വ്യക്തമാണ്. ഈ തുറമുഖ പണി ഇവിടെ പൂർത്തിയാകപ്പെടുമ്പോൾ വീണ്ടും തീരശോഷണം ഉണ്ടാകും, ഭവന നഷ്ടമുണ്ടാകും, ഒരുപാട് ഞങ്ങളുടെ മുതലപ്പൊഴിയും അവിടെ നിലനിൽക്കുന്ന ഹാർബറിനുമൊക്കെ വീണ്ടും ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകും, ജീവഹാനികൾ ഉണ്ടാകും. ഇതൊക്കെ ഈ കേരള സമൂഹം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ഈ കേരള ജനത ജാതി മറന്ന്, വർഗീയത മറന്ന്, രാഷ്ട്രീയം മറന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച അധികം വിദൂരമല്ല. ഇപ്പോ ഈ ലത്തീൻ സഭയുടെ സമരം, മത്സ്യത്തൊഴിലാളികൾ സമരം താൽക്കാലികമായി വിരാമം ഇട്ടുവെങ്കിലും ഇതിനെ പിന്താങ്ങുന്ന, ഇതിന് ചുവടുപിടിക്കുന്ന, ഇതിനെ തുടർ സമരമാക്കണമെന്ന ഒരുപാട് ചിന്തകൾ കേരളത്തിൽ ഉടനീളം പല ഭാഗത്തും ഉണ്ടായിക്കഴിഞ്ഞു. അവരൊക്കെയും ഈ സമരം തുടർന്നു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഞങ്ങൾ തുറമുഖത്തിന്റെ പണിയെ പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയാണ്. പൊതുജനങ്ങൾ, കേരള സമൂഹം മത്സ്യത്തൊഴിലാളികളുടെ വികാരത്തെയും അവരുടെ നഷ്ടങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് അത് കേരളത്തിന്റെ ഒരു സമരമായി പിന്നീടുള്ള കാലങ്ങളിൽ കേരള ജനത നെഞ്ചിലേറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വ്യക്തമാണ്. ചർച്ചയുടെ ഏറ്റവും അവസാനം വേറൊന്നും പറയാനില്ല. ശ്രീ പാട്രിക് മൈക്കിൾ കണ്ണീരോടെ പങ്കുവച്ച ആ ഒരു കാര്യം തന്നെയാണ്. ഈ പാവങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കും. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, ശ്രീ പാട്രിക് മൈക്കിൾ, ഒപ്പം തന്നെ ശ്രീമതി സുശീല, 3 പേർക്കും നന്ദി.